ഇലന്തൂരിൽ നിന്നും വീണ്ടും ഞെട്ടിക്കുന്ന വാർത്താ സൂചനകളാണ് വരുന്നത്. കൂടുതൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട്. മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. ഭഗവത് സിംഗിന്റെ പറമ്പ് JCB ഉപയോഗിച്ച് കുഴിച്ച് പരിശോധിക്കാനാണ് തീരുമാനം. മൃതദേഹങ്ങൾ മണത്തു കണ്ടുപിടിക്കാൻ പരിശീലനം ലഭിച്ച നായകളെയും പരിശോധനയ്ക്കായി ഉപയോഗിക്കും. പ്രതികളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ശേഷമാവും ഇലന്തൂരിൽ എത്തിക്കുക. കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണെന്നും കൂടുതൽ പേരെ കൊല ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തുമെന്നും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. ഫോം ചെയ്തിട്ടുണ്ട് ADCP ലോ ആൻഡ് ഓർഡർ നേതൃത്വത്തിൽ. അപ്പോൾ അതിൽ എല്ലാം ആസ്പെക്ട് നമ്മൾ നോക്കും. പ്രതികൾ കസ്റ്റഡിയിലുണ്ട്. അത് ചോദ്യം ചെയ്തിട്ട് ശേഷം ഏതെങ്കിലും ഇൻഫോർമേഷൻ അഡീഷണൽ ആയിട്ട് കിട്ടിയാൽ ഒരു നന്നായിട്ട് അന്വേഷണം നടക്കും. അതെ അതെ. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി G. ശ്രീജിത്ത് ഇലന്തൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഈ കൊലപാതകം രണ്ടുപേരുടെ കൊലപാതകങ്ങൾ നരബലി നടന്നപ്പോൾ തന്നെ വീണ്ടും ഉണ്ടോ എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരമൊരു സംശയം പോലീസിന് ശക്തമായിരിക്കുകയാണ്. എന്തെല്ലാം നടപടികളാണ് ഇന്ന് അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? കിരൺ, കഴിഞ്ഞ 2 ദിവസമായി പ്രതികൾ കസ്റ്റഡിയിലാണ്. ഈ കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യലാണ് പോലീസിന് ഈ സംശയം വർദ്ധിച്ചത്. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഈ ഷാഫി ഒരുപാട് പേരുമായി ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പലരും മറ്റു പല സ്ത്രീകളെയും ഇവിടെ എത്തിച്ച് ബലാത്സംഗത്തിന് ഇരയാക്കി എന്നതടക്കം ഉള്ള വിവരങ്ങൾ വന്നിരുന്നു. ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടെയാണ് കൂടുതൽ പ്രതികളുണ്ടോ, കൂടുതൽ ഇരകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്. കഴിഞ്ഞ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ ഈ ഭഗവത് സിംഗിന്റെ പറമ്പിൽ കുഴിയെടുത്തുകൊണ്ട് പ്രത്യേക പരിശീലനം ലഭിച്ച നായയുടെ സാന്നിധ്യത്തിൽ മണത്ത് സ്ഥലം എത്തിയ ശേഷം അവിടങ്ങൾ കുഴിച്ചു നോക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയെന്നുള്ള വിവരമാണ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നത്. ഇന്ന് രാവിലെ ആരംഭിക്കുമെന്നായിരുന്നു വിവരം. പക്ഷേ ഇതുവരെയും നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് പ്രതികൾ കൊച്ചിയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്ന് പ്രതികളെ എത്തിച്ച ശേഷമായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക. പ്രതികളുടെ കൂടി സാന്നിധ്യത്തിൽ അതിലേക്ക് എത്താനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് മാറിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് തെളിവെടുപ്പുണ്ട് എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. DGPയുടെ വാക്കുകളിൽ തന്നെ തെളിവെടുപ്പുണ്ട് എന്ന് പറയുന്നു. ഒരുപക്ഷെ എലന്തൂരാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുറ്റകൃത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇലന്തൂരിലെ ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമമായിരിക്കും പോലീസ് പ്രധാനമായും നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാവിലെ പോലീസിന്റെ ഉന്നത യോഗം, ഈ അന്വേഷണ സംഘത്തിന്റെ എല്ലാം യോഗമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമായിരിക്കും ഇന്നത്തെ പദ്ധതി സംബന്ധിച്ച് ഒരു അന്തിമമായ വ്യക്തത വരിക. ഇന്നലെ രാത്രിയുള്ള സൂചനകൾ പ്രകാരമാണ് ഇന്നിവിടെ കുഴിച്ച് പരിശോധന നടത്താനുള്ള ആലോചനകൾ നടത്തിയത്. പ്രത്യേകിച്ച് ഇതിനായുള്ള പോലീസ് നായകളെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ JCB ഇവിടെ എത്തണം എന്നുള്ള നിർദ്ദേശവും മറ്റും നൽകുകയും ചെയ്തതായുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും വൈകാതെ ഇതിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. നിലവിൽ ഇവിടെ പോലീസ് സുരക്ഷയൊന്നും കൂട്ടിയിട്ടില്ല. ഇന്നലെ ഉണ്ടായിരുന്ന അതേ സുരക്ഷാ സംവിധാനം തന്നെയാണ് ഇവിടെയുള്ളത്. നാട്ടുകാരും അങ്ങനെ തടിച്ചു കൂടിയിട്ടില്ല. ഒരുപക്ഷെ പ്രതികളെ തെളിവെടുപ്പിന് എത്തിക്കുന്ന സമയത്ത് വലിയ തോതിൽ നാട്ടുകാർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സംഘത്തെ ആ സമയത്ത് ഇവിടെ വിന്യസിക്കാനുള്ള ആലോചനയും പോലീസിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിരൺ. ശരി ശ്രീജിത്ത്, തുടരുക. നമുക്ക് ഡാനിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഡാനി, ഈ പ്രതികളെ കഴിഞ്ഞ ദിവസമെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച സൂചന, ഈ ഷാഫിയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ പലപ്പോഴും കൃത്യമായ ഉത്തരം ലഭിക്കാൻ പ്രയാസമുണ്ട്. അയാൾ പഠിച്ച കള്ളനാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ്. എന്താണ് ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് ഇവർക്ക് ലഭിച്ച സൂചനകൾ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇന്നിപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു മൂന്നാമത് ഒരു കൊലപാതകം കൂടി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് അന്വേഷണം നീളുന്നത്? കിരൺ, ഇലന്തൂർ നരബലിയെക്കുറിച്ച് തുടക്കത്തിൽ തന്നെ പോലീസിന് സംശയമുള്ളത് ഇത് 2 പേരിൽ ഒതുങ്ങുന്നുവോ എന്നാണ്. അതിൽ കൂടുതൽ പേരുണ്ടാകാനുള്ള സജീവമായൊരു സാധ്യതയാണ് പോലീസ് അതുവരെ നടത്തിയ ചോദ്യം ചെയ്യലും അവരുടെ മൊഴി പരിശോധിക്കുമ്പോഴും എല്ലാം തന്നെ നിലനിന്നിരുന്നത്.
2 വർഷത്തോളമുള്ള ഇവരുടെ പരിചയം, ഷാഫിയും അതോടൊപ്പം തന്നെ ഭഗവത് സിംഗും ലൈലയുമായുള്ള പരിചയം, ഇവർ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നതും എല്ലാം തന്നെ ഈ നരബലി ഇവരുടെ ഐശ്വര്യലബ്ധിക്ക് കാരണമാകും എന്നുള്ള കാരണങ്ങളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈ 2 പേരുടെ കാര്യത്തിൽ അതിൻ്റെ തെളിവുകൾ അടക്കം ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞു. അന്വേഷണം ആ രീതിയിലേക്ക് എത്തിച്ചേർന്നു. പക്ഷേ ഇവർ പറയാത്തത് പറയാതിരിക്കാനുള്ളൊരു സാധ്യതയും കൂടുതലാണ് എന്ന് തുടക്കം മുതൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിലടക്കം അത് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുമുണ്ട്. ഇതിൽ ഏറ്റവും സാധ്യത എന്ന് പറയുന്നത് ഷാഫിയെ പോലൊരു ക്രിമിനലായ ഒരാളുടെ പശ്ചാത്തലം തന്നെയാണ്. അയാൾക്ക് ഈ കൊച്ചി നഗരത്തിലെ ഈ വിവിധ പരിചയങ്ങളും അതോടൊപ്പം തന്നെ അയാളുടെ ചെയ്തികളും എല്ലാം തന്നെ ഇത്തരം കൃത്യങ്ങളിലേക്ക് വഴി തുറക്കുന്നതാണ്. അയാളുടെ പേരിൽ പുത്തൻകുരിശിൽ ചാർജ് ചെയ്ത കേസ് അടക്കം നിലവിൽ 13ഓളം കേസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ക്രിമിനൽ കേസായിട്ട് വരുന്ന പുത്തൻകുരിശിലേക്ക് വയോധികയെ ബലാത്സംഗം ചെയ്യുകയും അതോടൊപ്പം സമാനമായ രീതിയിൽ ഇലന്തൂരിൽ നിന്ന് സമാനമായ രീതിയിൽ മുറിവേൽപ്പിക്കുകയും ചെയ്ത സംഭവമാണ്. ഈ സംഭവം തന്നെയാണ് തുടർച്ചയായി ഇയാൾ അനുവർത്തിച്ചു പോന്നിരുന്ന ആഭിചാരത്തിൻ്റെ ഒരു പ്രധാന ക്രിയ എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇവിടെ ഇലന്തൂരിലെ ആ വിജനതയിൽ, അവിടുത്തെ ഒരു നിഗൂഢതയിൽ നടന്നിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം അനുമാനിക്കുന്നത്. അതുകൊണ്ടാണ് 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പിന്നീട് കൂടുതൽ പരിശോധന നടത്താൻ അവിടേക്ക് തീരുമാനിക്കുന്നത്. അതിൽ അവിടെ ഭൂമി തെരഞ്ഞും അതോടൊപ്പം തന്നെ നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ നായ്ക്കളെ ഉപയോഗിച്ചുമെല്ലാം തന്നെയുള്ള പരിശോധനകൾ നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവരുടെ മൊഴികളിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും പോലീസിനെ വായിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാടൊന്നും വിശദാംശങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പറയുന്നുമില്ല. അവരുടെ സംശയങ്ങളാണ്, അത് ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള വിശദമായ പരിശോധനയാണ് നടത്തുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. 2 ദിവസമായി ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇന്നലെ ഷാഫിയുടെ വീട്ടിൽ മണിക്കൂറുകളോളം നീണ്ട പരിശോധനയാണ് നടന്നത്. അതിൽ ഇന്നലെ തെളിവെടുപ്പിനെ കൊച്ചിയിലെ വിവിധയിടങ്ങളിൽ കൊണ്ടുപോകുമെന്നാണ് പരക്കെ പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷെ അതുണ്ടായില്ല. പകരം കൂടുതൽ വിവരങ്ങൾ സമാഹരിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. കൂടുതൽ സമയം ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി മാറി ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്, വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച അവലോകന യോഗം ഉടൻ തന്നെ ചേരുകയും പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുമ്പോഴും ഈ ഷാഫിയുടെ വിഷയത്തിൽ ദുരൂഹതകൾ ഏറിയേറി വരികയാണോ? അവർ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾക്ക് അപ്പുറം ഉള്ള ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ള വിവരങ്ങളാണോ ലഭ്യമാവുന്നത്? കിരൺ, തുടക്കം മുതൽ തന്നെ ഷാഫി ഇതിലെ ഒരു പ്രധാന കണ്ണിയാണ്. ഷാഫി ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഒരു ദുർമന്ത്രവാദിനി എന്നല്ല അയാൾ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നതിനപ്പുറത്തേക്ക് അയാളെ അടയാളപ്പെടുത്തുന്നത് ഒരു കൊടും ക്രിമിനലായിട്ട് തന്നെയാണ്. കാരണം അയാളുടെ ചെയ്തികളും ആ രീതിയിലാണ്. കൊച്ചി നഗരത്തിൽ അയാൾ പല ഇത്തരം പ്രവൃത്തികളുടെയും ഇടനിലക്കാരൻ എന്ന രീതിയിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇയാളുടെ സുഹൃത്തുക്കളിൽ നിന്നടക്കം ഇയാൾ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിദഗ്ധമായി മറച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ സുഹൃത്തുക്കളുടെ പലരെയും തന്നെ ചോദ്യം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ മയക്കുമരുന്നിൻ്റെ കഞ്ചാവ് കടത്ത് കേസിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു. വാഹനങ്ങൾ പലപ്പോഴും ഇതിൽ നിന്ന് തട്ടിയെടുത്ത് മറിച്ചു വിൽക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ പലരുടെയും തന്നെ ഏജൻ്റായിരുന്നു. ജില്ലയ്ക്ക് പുറത്ത്, സംസ്ഥാനത്തിന് പുറത്തെല്ലാം തന്നെ നിരവധി സഞ്ചരിച്ചിട്ടുണ്ട്. പലരുമായി ഇടപാടുകളുണ്ട്. ഇയാൾക്ക് യാതൊരു കൂസലുമില്ലാതെയാണ് കോടതികളിലെല്ലാം തന്നെ ഇയാൾ ഉണ്ടായിരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഇയാളുടെ ഒരു കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലം തന്നെയാണ് ഈ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നതും അതോടൊപ്പം തന്നെ അത് വളരെ നിഗൂഢമാക്കുന്നതും എല്ലാം തന്നെ ഇതാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വളരെ വിദഗ്ധമായി പിടിച്ചു നിൽക്കാൻ ഇയാൾക്ക് തുടക്കം മുതൽ കഴിഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ പോലും ഇയാളിലേക്ക് സംശയം എത്താത്ത രീതിയിലേക്ക് ഇയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമാണ് ഇയാൾ കൂടി ഈ സീനിലേക്ക് ഉണ്ട് എന്ന കാര്യങ്ങൾ, ക്രൈം സീനിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ വിദഗ്ധനായ ഒരു കൊലയാളിയായിട്ട് തന്നെയാണ് പോലീസ് ഇയാളെ കാണുന്നത്. അയാളുടെ മൊബൈൽ ഫോൺ തുടക്കത്തിൽ ഈ ക്രൈമിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നശിപ്പിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ അത് ഇല്ലാതാക്കി. പക്ഷെ അത് വീണ്ടെടുത്തു. അതിൻ്റെ ചാറ്റുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് വീണ്ടും തിരച്ചിലിന് ഒരുങ്ങുന്നത് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. കിരൺ, നമുക്ക് ഒരിക്കൽ കൂടി ശ്രീജിത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ എങ്ങനെ അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവർ അന്വേഷണം ഉണ്ടാവുമെന്ന് പറയുമ്പോഴും ഏത് സമയത്താണ് ഇനി രാവിലത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷമാണോ ഈ ഇത്തരത്തിൽ ഒരു പരിശോധന ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല. അവർക്ക് പോലീസിന് ചില സൂചനകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഇനിയും ചിലപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത ഈ പ്രതികളിൽ നിന്ന് തേടേണ്ടതുണ്ടാവാം. എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ?
തീർച്ചയായും കിരൺ, ഇതൊരു പോലീസിനെ സംബന്ധിച്ച് ആവശ്യത്തിന് സമയമുള്ള ഒരു കേസ് കൂടിയാണ്. കസ്റ്റഡി ഏതാണ്ട് 12 ദിവസം കിട്ടിയ കേസാണ്. 2 ദിവസം മാത്രമാണ് ഇതിനകം കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന് വളരെ സ്വസ്ഥമായി കേസ് അന്വേഷിക്കാൻ, സമയമെടുത്ത് കേസ് അന്വേഷിക്കാനുള്ള സമയമുണ്ട്. ഇന്നലത്തെ തീരുമാനം അനുസരിച്ചാണ് ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരിക എന്നൊരു തീരുമാനം, അല്ലെങ്കിൽ ഈ പറമ്പിൽ പരിശോധന നടത്തുക എന്നൊരു തീരുമാനം പോലീസിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ പക്ഷേ ഇതുവരെ അത്തരം സൂചനകളൊന്നും, കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ ഇവിടെ വിന്യസിക്കുകയോ അതിനുള്ള സുരക്ഷ ഒരുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നിലവിലുള്ള പോലീസുകാർ ഇവിടെ തുടരുന്ന സാഹചര്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് സ്വാഭാവികമായും ഉടൻ ഒരു തെളിവെടുപ്പ് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഉണ്ടെങ്കിൽ വൈകാതെ പോലീസ് സംഘം എത്തുന്നതിന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. പ്രാദേശികമായി സുരക്ഷ ഒരുക്കുക എന്നുള്ള ചുമതല സ്വാഭാവികമായും ആറന്മുള പോലീസിനും അല്ലെങ്കിൽ പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കും അതിനെ നിയോഗിക്കാൻ സാധ്യത. നിലവിൽ അങ്ങനെ ഒരു കാഴ്ചകളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. JCB ഉൾപ്പെടെ ബുക്ക് ചെയ്തിരുന്നു. രാവിലെ 8 മണിയോടുകൂടി ഇത്തരം തെരച്ചിലുകൾ ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ അതും അല്പം വൈകുന്നു. പ്രത്യേകിച്ച് രാവിലെ ADGPയുടെ നേതൃത്വത്തിലുള്ള ഓൺലൈൻ വഴി ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചിരുന്നത്. സ്വാഭാവികമായും അത്തരം യോഗത്തിൽ അന്വേഷണ പുരോഗതിയും ഇന്നലെ രാത്രിയിൽ ചോദ്യം ചെയ്യുന്നതിന്റെ പുരോഗതിയും എല്ലാം വിലയിരുത്തിയ ശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാകുക. അതുകൊണ്ട് എപ്പോൾ, എങ്ങനെ, ഏത് എന്ന് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ സ്വാഭാവികമായും ഇത്രയധികം സമയം കിട്ടുന്ന ഒരു അന്വേഷണത്തെ സംബന്ധിച്ച് സാധ്യമല്ല. പോലീസുകാർ സ്വാഭാവികമായും അവരുടെ തീരുമാനങ്ങൾ മാറ്റുകയും, കാരണം അവർക്ക് ഈ 12 ദിവസത്തിനുള്ളിൽ ഏത് ദിവസം തെളിവെടുപ്പ് നടത്തിയാലും മതി, അല്ലെങ്കിൽ ഈ കുഴിക്കുന്ന നടപടികൾ അവർക്ക് കുറച്ചുകൂടി സംശയം ഉറപ്പുവരുത്തി അതിനുശേഷം അതിലേക്ക് കടന്നാൽ മതി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് കടക്കുക. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ തീരുമാനമാണ് ഇന്ന് ഇത്തരം നടപടികൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളത്. അത് സംഭവിക്കുമോ എന്നുള്ളത് സ്വാഭാവികമായും രാവിലത്തെ മീറ്റിങ്ങിനൊക്കെ ശേഷം കൊച്ചിയിൽ നിന്നുള്ള നടപടികൾ കൂടി മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്ക് അന്തിമമായി സ്ഥിരീകരിക്കാൻ കഴിയൂ. കിരൺ, ശരി. ഈ ശ്രീജിത്തും ഡാനിപ്പോളുമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിന് കൂടുതൽ കൊലപാതകങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചില സംശയങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം ഇന്ന് വിശദമായി തന്നെ പരിശോധന നടത്താനുള്ള ആലോചനയിലാണ് പോലീസ്. എപ്പോഴാണ് പരിശോധന നടത്തുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. എന്തായാലും അത്തരമൊരു സാധ്യതകൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ഡാനിപ്പോളും ഇലന്തൂരിൽ നിന്നും ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പത്തനംതിട്ട മലയാലപ്പുഴയിലെ വാസന്തി മഠത്തിലെ ക്രൂരതയുടെ ദൃശ്യങ്ങൾ പുറത്ത്. യുവതിയെ മുടിക്ക് കുത്തിപ്പിടിച്ച് വടികൊണ്ടടിക്കുന്നതും നെഞ്ചിൽ ചവിട്ടുന്നതും ദൃശ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പിടിയിലായ മന്ത്രവാദിനി ശോഭന സ്ത്രീകളെ മർദ്ദിക്കുന്നതാണ് ഈ രംഗത്തുള്ളത്. മർദ്ദനമേറ്റ സ്ത്രീയെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് പൊന്നു തന്നില്ലേ? പൊന്നു തന്നു. നിന്നെ മലയിലോട്ട് മലയിലോട്ട് നിന്നെ ഞാനാ കൊണ്ടുപോകുന്നത്. മലയിലോട്ട് പറടി, പറ സത്യം, പറടി, പറ സത്യം. കണ്ണു തുറക്കണേ, കണ്ണു തുറക്കണേ, കണ്ണു തുറക്കണേ, കണ്ണു തുറക്കണേ. സത്യം പറ, സത്യം പറ, സത്യം പറ, സത്യം തന്നെ, സത്യം തന്നെ, സത്യം തന്നെ, സത്യം പറ. കൊന്നു കൊടുക്കാമെന്ന് നീ സത്യം ചെയ്തു. നിനക്ക് എന്തൊക്കെ തന്നു? അവരെല്ലാം തന്നു. അവരെ കണ്ണുനീരോടെ വിളക്ക് വെച്ച് എന്റെ മുന്നിൽ ഒന്നിരുന്ന അവർ പറഞ്ഞു അവര് ജയിച്ചത്. നിനക്ക് പൊന്നു തന്നില്ലേ? പൊന്നു തന്നു. നിന്നെ മലയിലോട്ട് നിന്നെ ഞാനാ കൊണ്ടുപോകുന്നത്. മലയിലോട്ട് പറടി, പറ സത്യം, പറടി, പറ സത്യം. കണ്ണു തുറക്കണേ, കണ്ണു തുറക്കണേ,
കണ്ണ് തുറക്കല് കണ്ണ് തുറക്കല് ഞാൻ നിൽക്കുന്നേ നിൽക്കുന്നേ ആരുടെ നിൽക്കുന്നേ സത്യം പറ സത്യം പറ സത്യം പറ സത്യം തന്നെ സത്യം തന്നെ സത്യം തന്നെ സത്യം പറ വിവരങ്ങളുമായി ശശിനാരായണനാണ് ചേരുന്നത്. ശശി, ഇപ്പോഴും ഇത്തരം ഊളത്തരങ്ങൾ കൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ കഴിയുന്നു എന്നത് കേരളത്തിനാകെ നാണക്കേടാണ്. എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? കിരൺ, കഴിഞ്ഞ ദിവസം ഈ മലയാളപ്പുഴയിൽ നിന്നും അറസ്റ്റിലായ ശോഭന ഉണ്ണികൃഷ്ണൻ ബാധ ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. വളരെ ക്രൂരമായ രീതിയിൽ ആളുകളെ മർദ്ദിക്കുകയും ബാധ ഒഴിപ്പിക്കുന്നതിന്റെ പേരിലാണ് ഇത്തരത്തിൽ മർദ്ദിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി 6-7 വർഷമായി മലയാളപ്പുഴയിൽ നടന്നു വന്നുകൊണ്ടിരുന്നതാണ്. ഇത് സമീപവാസികളും അയൽവാസികളും അടക്കം നിരവധി പരാതികൾ കൊടുത്തതിന് ശേഷമാണ് അവസാന ഘട്ടത്തിൽ ഇപ്പോൾ പോലീസ് ഇടപെടുകയും നാട്ടുകാർ ഇടപെടുകയൊക്കെ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ശോഭന ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ സഹായം കൂടി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കുട്ടികളെയും മുതിർന്നവരെയുമാണ് ഇത്രയും ബാധ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഈ കേന്ദ്രത്തിൽ ശശി പറഞ്ഞതുപോലെ നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല, അങ്ങനെയാണോ? കിരൺ, കഴിഞ്ഞ കുറേ നാളുകളായി നാട്ടുകാർ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിക്കൊന്നും തന്നെ പോലീസ് നടപടിയെടുക്കുകയോ ഇവരെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും നിയമപരമായി ഒരു നടപടിയും നേരത്തെ ഉണ്ടായില്ല. പക്ഷേ ഈ ഇലന്തൂരിലെ നരബലിയുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ ദുർമന്ത്രവാദവും അതുപോലെ തന്നെ ആഭിചാരക്രിയകളും നടക്കുന്ന കേന്ദ്രങ്ങളിലൊക്കെ വലിയ പരിശോധനകൾ പോലീസ് ശക്തമാക്കിയതിന്റെ പിന്നിലാണ് മലയാളപ്പുഴയും നാട്ടുകാർ ഇക്കാര്യത്തിൽ ഈ കേന്ദ്രം അടിച്ചു തീർക്കുകയും ഇവിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തത്. നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകർ അടക്കമുള്ളവരാണ് ഇവിടെ വളരെ പ്രതിഷേധം നടത്തിക്കൊണ്ട് ഈ കേന്ദ്രം അടിച്ചു തകർത്തിയത്. എന്തായാലും അതിനുശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ 8 വർഷമായി മലയാളപ്പുഴയിൽ ഇത്തരത്തിൽ കുട്ടികളെയും മുതിർന്നവരെ അടക്കം ബാധ ഒഴിപ്പിക്കുന്നതിന്റെ പേരിൽ ഇവിടെ എത്തിക്കുകയും രാത്രിയിൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അട്ടക്കുളങ്ങര ജയിലിലാണ് ശോഭന ഉണ്ണികൃഷ്ണൻ ഉള്ളത്. അവരുടെ സഹായിയും കൊട്ടാരക്കര സബ് ജയിലിലാണുള്ളത്. എന്തായാലും 8 വർഷമായി നടന്ന ഇത്തരം പീഡനങ്ങൾ പല ദൃശ്യങ്ങളും ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും അത് സോഷ്യൽ മീഡിയ വഴികളിലാണ് പ്രചരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് മേഖലയിൽ ആരെങ്കിലും ഇത്തരത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിച്ച് വരികയാണ്. കിരൺ, ഇവരെ സംബന്ധിച്ച് നേരത്തെ തന്നെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായതിന്റെ നരബലിയുടെ അടിസ്ഥാനത്തിലുണ്ട് നാട്ടുകാർ തന്നെ വീണ്ടും ഇത് അവിടുത്തെ വീഡിയോ ചിത്രീകരിക്കുകയും അവിടെ കയറി തല്ലിപ്പൊള്ളിക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ പോലീസ് ഇടപെട്ടത്? അല്ലാതെ പോലീസ് സ്വമേധയായ ഈ വിഷയത്തിൽ നേരത്തെ മുൻ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇടപെടുകയായിരുന്നില്ലല്ലോ. കിരൺ, അങ്ങനെയല്ല. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുത്തെ നരബലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് ശക്തമായ ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ നാട്ടിൽ നടത്തുന്നുണ്ട്. ഇത്തരം അതായത് ദുർമന്ത്രവാദം അതുപോലെ ആഭിചാരക്രിയകൾ നടക്കുന്ന കേന്ദ്രങ്ങളുടെ സൂചനകൾ ലഭിച്ചാൽ അവിടെ പരിശോധനകൾക്ക് പോലീസ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 8 വർഷമായി മലയാളപ്പുഴയിൽ നടന്നു വന്ന ഈ കേന്ദ്രത്തിലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ ഭാഗമായിട്ടാണ് നാട്ടുകാർ സംഘടിച്ച് ഈ കേന്ദ്രത്തിലെത്തുകയും ഈ വാസന്തി മഠം എന്ന് പറഞ്ഞ ഈ പൂജ നടത്തുന്ന സ്ഥലം അടിച്ചു തീർക്കുകയും ചെയ്ത് തുടർന്നാണ് പോലീസ് ഇടപെട്ട് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും കസ്റ്റഡി എടുത്തിട്ടുള്ളതും. ഇപ്പോൾ അട്ടക്കുറ ജയിലിലാണ് ഈ ശോഭന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സ്ത്രീ ഉള്ളത്. അവരുടെ സഹായിയും കൊട്ടാരക്കര സബ് ജയിലിലാണുള്ളത്. എന്തായാലും നടപടി സ്വീകരിച്ചിരിക്കുന്നു. ക്രൂരമായ രീതിയിലാണ് ആളുകളെ മർദ്ദിക്കുന്നത്. അത് ബാധ ഒഴിപ്പിക്കുന്നതിന്റെ പേരിൽ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ഈ ആഭിചാരക്രിയയുടെ ഭാഗമായി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്തരത്തിലുള്ളത്. നിരവധി പേർക്ക് കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഇത്തരത്തിൽ ഇവരുടെ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പലരും ഈ ഭയം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടാണ് ഇത് പുറത്ത് പറയാതിരുന്നത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഓരോരുത്തരും ഇവരെ ഭയം കൊണ്ടാണ് പുറത്ത് പറയാതിരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഈ സ്ഥലത്തേക്ക് ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും സാമ്പത്തികമായി ഈ വരുന്ന ആളുകളിൽ നിന്നുള്ള
വലിയ സഹായം അല്ലെങ്കിൽ സംഭാവനകളോ ഫീസോ ഒക്കെ കിട്ടണമല്ലോ. അപ്പോൾ ആ തരത്തിലേക്ക് കൂടുതൽ ആളുകളൊക്കെ എത്തുന്ന ഒരു സ്ഥലമായിരുന്നോ ഇത്? കിരൺ, അത് തന്നെയാണ്. കാരണം വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇവിടെ വന്നു പോയത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു കൗതുകമുള്ള കാര്യം. കാരണം വിദ്യാഭ്യാസവും അറിവുമുള്ള ആളുകൾ ഈ പൂജയെ, അതായത് ആഭിചാരക്രിയയ്ക്ക് പിന്നാലെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഈ ഇലന്തൂരിലെ നരബലിയുടെ കാര്യത്തിലും അത് തന്നെയാണുള്ളത്. കാരണം രണ്ടുപേരും ഡിഗ്രി തലം വരെ പഠിച്ച ആളുകളാണ്, ഈ പകൽ സിംഗും ഒപ്പം ഈ ലൈലയും. അത്തരത്തിൽ ആളുകളാണ് ഈ ആഭിചാരക്രിയയും പൂജകൾക്കും വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം. അതാണ് മലയാളപ്പുഴ സംഭവിച്ചത്. മലയാളപ്പുഴ വലിയ ആഡംബര കാറുകളിലൊക്കെയാണ് ആളുകൾ ഈ കേന്ദ്രത്തിൽ പൂജയ്ക്കായി വന്നു പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 8 വർഷമായി വലിയ തുക 25,000 രൂപ മുതൽ 50,000 രൂപ വരെ പലരും ഈ പൂജയ്ക്കായി മുടക്കിയിരുന്നു എന്നുള്ള അറിവ് കൂടി നമുക്കുണ്ട്. അത്തരത്തിൽ ഈ മന്ത്രവാദത്തിലേക്ക് ആളുകൾ പോകുന്നു എന്നുള്ളൊരു വലിയ ദുഃഖകരമായ സത്യം കൂടിയാണ് ഇതിനുള്ളത്. അതിന്റെയൊക്കെ ഒരു പീഡനമാണ് നമ്മൾ കാരണം കുട്ടികളടക്കം ഗൗരവമുള്ള വിഷയം തന്നെയാണ്. വിദ്യാഭ്യാസം കുറഞ്ഞവരല്ല, നല്ല വിദ്യാഭ്യാസമുള്ളവർ കൂടിയാണ് ഇത്തരം അനാചാരങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ, ഇത്തരം ഊളത്തരങ്ങളിലൊക്കെ വിശ്വസിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന പണം കൊണ്ട് ഇത്തരം ദുർമന്ത്രവാദികൾക്ക് നൽകുന്നത്. വാർത്ത തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ബലാത്സംഗ കേസിൽ പ്രതിയായ എൽദോസ് കുന്നപ്പള്ളി MLAക്ക് ഇന്ന് നിർണായക ദിനം. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷ തള്ളിയാൽ MLAയുടെ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് സാധ്യത. അതേസമയം എൽദോസ് ഒളിവിൽ തുടരുകയാണ്. കേരളത്തിലെ ഒരു MLA ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുന്നത് സമീപ വർഷങ്ങളിൽ അപൂർവമാണ്. തിരുവനന്തപുരം പേട്ടയിൽ താമസിക്കുന്ന പറവൂർ സ്വദേശിയായ യുവതിയെ ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ MLA എവിടെയെന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് ആയിട്ടില്ല. അതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ എത്തുന്നത്. ബലാത്സംഗം എന്ന ഗുരുതര കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും MLAയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമെന്നും വാദിച്ച് പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർക്കും. ജൂലൈ മുതൽ പലപ്പോഴായി പീഡിപ്പിച്ചതിന് തെളിവുണ്ടെന്നും പരാതി നൽകിയ ശേഷം പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയതിനാൽ ജാമ്യം നൽകുന്നത് പരാതിക്കാരിയുടെ ജീവന് പോലും അപകടത്തിലാക്കുമെന്ന വാദവും പ്രോസിക്യൂഷൻ ഉന്നയിക്കും. എന്നാൽ പണം തട്ടാനായി കെട്ടിച്ചമച്ച കേസാണെന്നാണ് എൽദോസിന്റെ മറുവാദം. പരാതിക്കാരിയുടെ പശ്ചാത്തലവും ഇതിന്റെ ഭാഗമായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. കോടതി ജാമ്യാപേക്ഷ തള്ളുകയോ അറസ്റ്റ് തടയാതിരിക്കുകയോ ചെയ്താൽ എൽദോസിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം അന്വേഷണ സംഘം തുടങ്ങും. അതിന്റെ മുന്നോടിയായി MLAയുടെ ഒളിയിടം കണ്ടെത്താനുള്ള തിരച്ചിൽ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ പരാതിയിൽ യുവതി പറഞ്ഞത് ശരിയാണെന്നതിന് തെളിവുകൾ. 15-ാം തീയതി പുലർച്ചെ 3:20 യുവതി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. OP ടിക്കറ്റിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ക്രൂരമായി മർദ്ദിച്ച ശേഷം എൽദോസ് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെന്നായിരുന്നു യുവതിയുടെ മൊഴി. എൽദോസിന്റെ PA ഡാമി പോളും ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഡാമിക്ക് എൽദോസിന്റെ ചവിട്ടേറ്റെന്നായിരുന്നു യുവതിയുടെ മൊഴി. 14-ാം തീയതിയാണ് കോവളത്തുള്ള സംഭവം ഉണ്ടായത്. എന്നെ ഉപദ്രവിച്ചതും അത് ഞാനല്ല പോലീസിനോട് പറഞ്ഞത്, കണ്ടു നിന്ന നാട്ടുകാർ പോലീസിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു ചെയ്തത്. അതവിടെ റെക്കോർഡാണ്. അതിനുശേഷം പോലീസുകാർക്കടുത്ത് MLA ആണെന്നും പറഞ്ഞ് ഇതെന്റെ ഭാര്യ എന്നും പറഞ്ഞ് കാണിച്ച് പോലീസുകാരെ കൊണ്ട് തന്നെ എൻ്റെ വണ്ടിയിൽ കയറ്റി വിടുകയായിരുന്നു. അതിനുശേഷം ഒരു 3-4 മണിക്കൂർ സിറ്റിയിൽ പോയി. പിന്നെ ഹോസ്പിറ്റലിൽ പിന്നെയും എന്നെ വീട്ടിൽ വെച്ച് ഉപദ്രവിച്ചു. വീട്ടിൽ വന്നു ഉപദ്രവിച്ച് വീണ്ടും ജനറൽ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളതാണ്. അത് MLA തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. മർദ്ദിച്ചിരുന്നു, വന്നിരുന്നു. വൈഫാണെന്നാ പറഞ്ഞത്. ഇത് കണ്ടു നിന്ന നാട്ടുകാരാണ് പോലീസിനെ വിളിച്ചറിയിച്ചത്. എന്തോ സർ? അത് എന്റെ വീട്ടിൽ വന്ന് മദ്യപിച്ച് വന്നിരുന്നു. എന്റെ വീട്ടിൽ വന്നു. ഞാൻ ആരും ഇല്ലാത്തൊരു സ്ത്രീയാണ്. അപ്പോൾ വീട്ടിൽ മദ്യപിച്ച് വന്ന് വഴക്കുണ്ടാക്കി കൂടെ ഇറങ്ങി വന്നിട്ട് ഇപ്പം ഞാൻ നാട്ടുകാരെ അറിയിക്കും അങ്ങനെയാണ് നമ്മൾ ഭീഷണിപ്പെടുത്തി എന്നെ അടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. MLAയുടെ ഒരു ആദ്യം MLA ഇത് അദ്ദേഹം 2ാമത്തെ തവണയാണ് MLA ആയത്. ആദ്യം MLA ആയിരുന്നപ്പോഴത്തേക്കും MLAയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു PA എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ ആ ഇതിലാണ് പരിചയമായത്. പക്ഷെ പരിചയമായിരുന്നെങ്കിലും ഞങ്ങൾ നമ്മളെ കമ്മ്യൂണിക്കേഷനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ അടുത്ത കാലത്ത്, അതായത് ജൂലൈ മാസം മുതലാണ് ഇങ്ങനെ അടുപ്പം വന്നത്. ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്.
ഡാൻ, MLA-യുടെ വാദങ്ങളെല്ലാം പൊളിക്കുന്ന അല്ലെങ്കിൽ യുവതി പറയുന്നതൊക്കെ ശരിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അർദ്ധരാത്രിയിൽ തന്നെ ഇവരെ ആശുപത്രിയിൽ MLA തന്നെയാണ് കൊണ്ടുപോയത് എന്നും പറയുന്നത്. എന്താണ് നമുക്ക് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ? കിരൺ, കഴിഞ്ഞ സെപ്റ്റംബർ 14 തീയതി രാത്രി കോവളത്തെ സ്വകാര്യ റിസോർട്ടിൽ വെച്ച് ഈ യുവതിയെ MLA എൽദോസ് കുന്നപ്പള്ളിൽ ക്രൂരമായി മർദ്ദിച്ചു എന്ന മൊഴിയായിരുന്നു അവരെന്ന് കോവളം പോലീസിന് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ സെപ്റ്റംബർ 15 തീയതി പുലർച്ചെ 3:20 ഈ യുവതി ചികിത്സ തേടിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന OP ടിക്കറ്റിന്റെ രേഖകൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അതേ ദിവസം പുലർച്ചെ 2:26 ഈ MLA എൽദോസ് കുന്നപ്പള്ളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഡാമി പോളും നെഞ്ച് വേദനയെ തുടർന്ന് OP ടിക്കറ്റ് എടുത്ത് ചികിത്സ തേടിയിട്ടുണ്ട് ജനറൽ ആശുപത്രിയിൽ. ഈ യുവതി തന്നെ അന്ന് കോവളം പോലീസിന് നൽകിയ മൊഴിയിലും ഒപ്പം തന്നെ മാധ്യമങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തലിലും കൃത്യമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. താനും MLA-യുമായി ഉണ്ടായ മൽപിടുത്തത്തിനിടയിൽ MLA-യുടെ PA എൽദോസ് കുന്നപ്പള്ളിന്റെ PA ഡാമി പോളിന്റെ നെഞ്ചത്ത് ചവിട്ടേറ്റിരുന്നു. ഈ MLA എൽദോസ് കുന്നപ്പള്ളിയിലാണ് ഈ ഡാമിയെ ചവിട്ടിയത്. ആ ചവിട്ടേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിനുണ്ടായ അസ്വസ്ഥതകളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നായിരുന്നു അന്ന് യുവതി പോലീസിനോട് പറഞ്ഞത്. അതേ കാര്യം ഒരു മാധ്യമങ്ങളോട് ആവർത്തിക്കുകയും ചെയ്തു. ഇത് വ്യക്തമാക്കുന്ന, ഇത് സത്യമാണെന്ന് തെളിയിക്കുന്ന ആശുപത്രിയുടെ OP ടിക്കറ്റിന്റെ രേഖകളാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്ന. ആ വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ കുരുക്ക് മുറുകുകയാണ്. പോലീസ് നടപടി അനിവാര്യമായി വന്നിരിക്കുന്നു. പാർട്ടി നേതൃത്വത്തിനും കോൺഗ്രസ് പാർട്ടിക്കും അദ്ദേഹത്തിനെതിരായ നടപടിയിലേക്ക് കടക്കേണ്ടത് ഒരു അനിവാര്യമായി വന്നേക്കുന്ന സാഹചര്യമാണ് ഇതിലൂടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. കിരൺ, ഏതായാലും ഇന്ന് ഏറ്റവും നിർണായകമായ ദിനമാണ് എൽദോസ് കുന്നപ്പള്ളിനെ സംബന്ധിച്ച്. ഇന്ന് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ഈ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ നിന്ന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഉടൻ അറസ്റ്റ് എന്ന നിലയിലേക്ക് തന്നെയാണോ പോലീസ് നീങ്ങുന്നത്? ഏറെക്കുറെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. കിരൺ, ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇപ്പോഴും എവിടെയാണെന്ന് കണ്ടെത്തുവാൻ പോലീസിനോ പാർട്ടി നേതൃത്വത്തിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എവിടെയുണ്ടെങ്കിലും കടന്നു വരണം, ഈ സമൂഹത്തോട് ഇക്കാര്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ചുമതലയുണ്ട് താങ്കൾക്ക് എന്ന കാര്യമടക്കം പരാമർശിച്ചിരുന്നു. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷനും ഇത്തരത്തിൽ കർശനമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് KPCC ഓഫീസിലെത്തി കൃത്യമായ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും അത്തരത്തിലൊരു വിശദീകരണം നൽകുകയോ എൽദോസ് കുന്നപ്പള്ളിയിൽ എവിടെയുണ്ട് എന്ന കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന് യാതൊരു അറിവുമില്ല എന്നാണ് നമുക്ക് ഇന്ന് രാവിലെ വരെ KPCC ഓഫീസുമായി ആസ്ഥാനവുമായി ഒക്കെ ബന്ധപ്പെടുമ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒരേ സമയം നിയമ നടപടിയും അതേസമയം പാർട്ടിയുടെ അച്ചടക്ക നടപടിയും, ഇത് രണ്ടും എൽദോസ് കുന്നപ്പള്ളിനെതിരെ ഇന്ന് കടന്നു വരാൻ തന്നെയാണ് സാധ്യത. കിരൺ, ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. വയനാട് ചീരാലിൽ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വനംവകുപ്പ് തുടരുന്നു. ചീരാൽ വില്ലേജിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണ്. പുൽപ്പള്ളി ചീയമ്പത്തും കടുവയുടെ ആക്രമണമുണ്ടായി. വളർത്തുനായ കടുവ ആക്രമിച്ചു. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, ഈ നാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭീതിയിലാണ്. ഇന്നിപ്പോൾ വീണ്ടും ഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്താണിപ്പോൾ വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കിരൺ, കഴിഞ്ഞ രാത്രിയിൽ കടുവയുടെ ആക്രമണം മറ്റും ഉണ്ടായിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും 10-22 ദിവസമായിട്ട് ചീരാലിൽ 7 പശുക്കളെയും മറ്റ് വളർത്തുമൃഗങ്ങളെയുമാണ് 7 പശുക്കളെ കടുവ ആക്രമിച്ചു കൊന്നു. അതുപോലെ തന്നെ 9-ലധികം വളർത്തുമൃഗങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിലൊക്കെ ആയിരുന്നു നാട്ടുകാർ. വനംവകുപ്പ് കൂടുവെക്കുകയും മയക്കുവെടി വെച്ച് കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം ഉയർത്തിയ ജനങ്ങൾക്ക് മുമ്പിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തി ചർച്ച ചെയ്തു. തുടർന്ന് ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഒരു കാര്യം ലഭിച്ചത്, ഈ ചത്ത പശുക്കൾക്ക് അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾക്ക് 1 ലക്ഷം രൂപയും പരിക്കേറ്റ വളർത്തുമൃഗങ്ങളെ ചികിത്സിക്കാനുള്ള അടിയന്തര സഹായം എന്നുള്ള ധനസഹായവും അനുവദിക്കാമെന്ന കളക്ടർ ഉറപ്പ് ലഭിച്ചു എന്നത് മാത്രമാണ് ഇപ്പോൾ ഉള്ള ഏക ആശ്വാസം. എന്തായാലും വനംവകുപ്പിന്റെ തിരച്ചിൽ ഈ സമീപ പ്രദേശങ്ങളിലെ എസ്റ്റേറ്റുകളിലും വനാതിർത്തികളിലും തുടരുന്നുണ്ട്. കടുവ എന്തായാലും വനത്തിനുള്ളിൽ മച്ച ഉൾപ്പെടെ കെട്ടിക്കൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് കടുവയെ മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യത വനംവകുപ്പ് ആരായുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടുകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും കടുവയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസവും പലയിടങ്ങളിലും ആളുകളും മറ്റും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ജാഗ്രതയിലാണ്. ഇന്ന് ഈ സ്കൂളുകളിലെ കുട്ടികളൊക്കെ വളരെ രാവിലെ വരുന്ന, അതേപോലെ തന്നെ വൈകിട്ട് സ്കൂൾ വിട്ടുപോകുമ്പോഴൊക്കെയുള്ള ഈ ആശങ്ക ഒഴിവാക്കാൻ ഇന്ന് ചീരാൽ വില്ലേജിലെ സ്കൂളുകൾക്ക്
അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ആളുകളുടെ ഭീതി, ഈ കഴിവുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് കൊണ്ട് തന്നെ വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്തുള്ളവർ. അത്തരം ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചീരാൽ വില്ലേജിൽ ഉള്ളത്. കിരൺ. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് എലപ്പുള്ളിയിൽ മിച്ചഭൂമി തട്ടിയെടുത്ത CPM ഏരിയ സെക്രട്ടറിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് എലപ്പുള്ളി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. പുതുശ്ശേരി ഏരിയ സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് സമരം. സുഭാഷ് ചന്ദ്രബോസ് 1.5 ഏക്കറോളം മിച്ചഭൂമി വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തതായി റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇതു സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ന്യൂസ് 18 പുറത്തുവിട്ടതിനെ തുടർന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ സമരം പ്രഖ്യാപിച്ചത്. മുസ്ലിം ലീഗിൽ വീണ്ടും അച്ചടക്ക നടപടി. ദുബായ് KMCC പ്രസിഡന്റ് ഇബ്രാഹിം എളേറ്റിനെ സ്ഥാനത്ത് നിന്ന് നീക്കി. അച്ചടക്ക ലംഘനത്തിന്റെ പേരിലാണ് നടപടി. ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇബ്രാഹിം എളേറ്റിൽ. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്താണ് ചേരുന്നത്. അശ്വിൻ, ലീഗിലെ പൊട്ടിത്തെറി ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണോ പുതിയ നടപടി? കിരൺ ബാബു, മുസ്ലിം ലീഗിൽ അച്ചടക്ക നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല അത് ഒരു വിശദീകരണം ചോദിച്ചോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചോ അല്ല ഈ അച്ചടക്ക നടപടി എടുക്കുന്നത് എന്നുള്ള വിമർശനവുമുണ്ട്. ഈ നടപടിയും ഉണ്ടായിരിക്കുന്നത് ചന്ദ്രിക ദിനപത്രത്തിലൂടെയുള്ള ഒരു അറിയിപ്പിലൂടെ മാത്രമാണ്. ദുബായ് KMCC പ്രസിഡന്റായ ഈ ഇബ്രാഹിം എളേറ്റിലിനെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതായി ബന്ധപ്പെട്ടുള്ള വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചില്ല, ഇതിനു മുൻപ് നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് വിശദീകരണം ചോദിച്ചില്ല എന്നൊരു ആരോപണമുണ്ട്. ദുബായ് KMCCയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ കാലമായി ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളുണ്ട്. PK അബ്ദുറബ്ബിന്റെ സഹോദരൻ PK അൻവർ നഹയും അതേപോലെ തന്നെ ഇബ്രാഹിം എളേറ്റിലും നേതൃത്വം കൊടുക്കുന്ന രണ്ട് ചേരികൾ, രണ്ട് പക്ഷങ്ങൾ അവിടെയുണ്ട്. അവിടെ നടന്ന അച്ചടക്ക ലംഘനങ്ങളുടെ പേരിലാണ് നടപടി എന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടേതായിട്ട് വന്നിട്ടുള്ള വാർത്താക്കുറിപ്പ്. ഇദ്ദേഹത്തിനെതിരെ, ഇബ്രാഹിം എളേറ്റിലിനെതിരെ ചന്ദ്രിക പത്രത്തിന്റെ ഫണ്ട് തിരിമറി നടത്തിയെന്നതുൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ഈ നേതൃത്വം നിരത്തുന്നുണ്ട്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല, മറിച്ച് സാദിഖ് അലി തങ്ങൾക്ക് വേണ്ടപ്പെട്ടയാളായിട്ടുള്ള PK അൻവർ നഹയെ ഈ ദുബായ് KMCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്, അത്തരത്തിൽ അൻവർ നഹയെ ഭാരവാഹി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അച്ചടക്ക നടപടി എന്നുള്ള ആരോപണങ്ങളുണ്ട്. അൻവർ നഹയ്ക്കെതിരെ നേരത്തെ തന്നെ KMCC പ്രവർത്തകർ പല വിഷയങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് ഈ കോവിഡ് കാലത്ത് ചാർട്ടേഡ് വിമാനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഴിമതി നടത്തിയെന്ന ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അൻവർ നഹയ്ക്കെതിരെയും ഉയർന്നിരുന്നു. പക്ഷേ അൻവർ നഹയ്ക്കൊപ്പമാണ് ഈ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം നിലകൊള്ളുന്നത് എന്നാണ് മറുപക്ഷത്തിന്റെ ആരോപണം. ഇബ്രാഹിം എളേറ്റിൽ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് അങ്ങനെയാണ്. ഈ ദുബായ് KMCCയിലെ വിഭാഗീയത കുറെ കൂടി മൂർച്ഛിച്ച് ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നു, അതിൽ അച്ചടക്ക നടപടിയിൽ കലാശിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. മാത്രമല്ല അവിടെ അംഗത്വ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം എളേറ്റിൽ ലീഗിൽ ഏത് നേതാവുമായി അടുപ്പം പുലർത്തുന്ന ആളാണ്? അങ്ങനെ സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? മുസ്ലിം ലീഗിൽ ഈ ഇബ്രാഹിം എളേറ്റിൽ നേരത്തെ ഔദ്യോഗിക വർഷത്തോടൊപ്പം ചേർന്ന് നിർത്തുന്ന നേതാവായിരുന്നെങ്കിലും കഴിഞ്ഞ കുറെ കാലമായി കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ചേരിക്ക് അനഭിമതനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം എളേറ്റിൽ. പക്ഷെ മറുപക്ഷത്ത് PK അൻവർ നഹ വരുന്നതോടുകൂടി PK അബ്ദുറബ്ബിന്റെ സഹോദരൻ കൂടിയാണ് PK അൻവർ നഹ. അൻവർ നഹയ്ക്ക് വേണ്ടിയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിൽ ഇപ്പോഴത്തെ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി നേതൃത്വം നൽകുന്ന പക്ഷം അൻവർ നഹയ്ക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇബ്രാഹിം എളേറ്റിനെതിരെയുള്ള നടപടി എന്നുള്ള ആരോപണവും ഇബ്രാഹിം എളേറ്റിനൊപ്പമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ദുബായിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തെ ഇബ്രാഹിം എളേറ്റിലിനെ ഈ പരിപാടി, അവിടെയുള്ള സ്വീകരണ പരിപാടിയുടെ സദസ്സിൽ വേദിയിൽ നിന്നുൾപ്പെടെ മാറ്റി നിർത്തിയിരുന്നു. സദസ്സിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇരിപ്പിടം ഉണ്ടായിരുന്നത്. പൊതുവെ ദുബായ് KMCC സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ദുബായ് KMCCയുടെ അധ്യക്ഷനാണ് അധ്യക്ഷ സ്ഥാനത്തുണ്ടാവുക. പക്ഷെ എന്നാൽ ഈ ഇബ്രാഹിം എളേറ്റിലിനെ ആ പരിപാടിയിൽ നിന്ന് പോലും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴേ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കാണ് മുസ്ലിം ലീഗ് നേതൃത്വം പോകുന്നത് എന്നൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാവുകയും അത്തരത്തിൽ വിശദീകരണം ചോദിക്കാതെ വളരെ പെട്ടെന്നാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായത് എന്നുള്ളതാണ് ഇബ്രാഹിം എളേറ്റിലിനൊപ്പമുള്ളവർ വിശദീകരിക്കുന്നത്. ഏതായാലും മുസ്ലിം ലീഗിൽ അച്ചടക്ക നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അനഭിമതരായ ആളുകളെ അച്ചടക്ക നടപടിയിലൂടെ ഒതുക്കുക എന്നുള്ള നയം ആണ് ഈ ഔദ്യോഗിക നേതൃത്വം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന വിമർശനം. കിരൺ. ശരി, അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകിയത്. കേസ് സ്വർണ്ണക്കടത്ത് കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റുന്നതിനെ എതിർത്ത് കേരളം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇഡിയുടെ നീക്കം രാഷ്ട്രീയ താൽപര്യത്തോടെയാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ ആണ് ചേരുന്നത്. മിഥുൻ, എന്താണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ലഭ്യമായ കൂടുതൽ വിവരങ്ങൾ?
കിരൺ, ഈ മാസം 19-ന് ഈ കേസ് അല്ലെങ്കിൽ ഈ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള വാദം കേൾക്കാൻ സുപ്രീം കോടതി കേസ് മാറ്റിവെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ നീക്കത്തിനെതിരെ എതിർത്തുകൊണ്ടാണ് സത്യവാങ്മൂലം ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനൊപ്പം തന്നെ ശിവശങ്കറും ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് ഇഡിയുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ്, ഒപ്പം തന്നെ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണ് ഇഡി ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. ബംഗളൂരുവിലേക്ക് കേസ് മാറ്റിയാൽ അത് കേസ് അട്ടിമറിക്കുന്ന തരത്തിലേക്ക് പോകും. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയായിരുന്നു സ്വപ്ന സുരേഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ ഈ ലക്ഷ്യം അല്ലെങ്കിൽ സ്വപ്നയുടെ ഈ ആരോപണങ്ങളെല്ലാം പിന്നിൽ ഗൂഢലക്ഷ്യവും ഒപ്പം തന്നെ ബാഹ്യ സമ്മർദ്ദവും മൂലമാണ് എന്നുള്ള കാര്യങ്ങളും പ്രധാനമായും ഈ ഒരു സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇഡിക്കെതിരെ രൂക്ഷ വിമർശനമാണ് എം ശിവശങ്കർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അതായത് ഈ ട്രാൻസ്ഫർ ഹർജി കേന്ദ്രത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇഡി വൃത്തങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസ് ഒരു സ്വാഭാവികമായും അവിടേക്ക് മാറ്റിയാൽ നേരത്തെ ഈ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു വിശദീകരണവും ഈ ഒരു സത്യവാങ്മൂലത്തിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഇഡി ഡയറക്ടറുടെ അനുമതി പ്രകാരമാണ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനും ഒപ്പം തന്നെ അന്വേഷണം നടത്താനുമുള്ള സാഹചര്യവും അല്ലെങ്കിൽ അത്തരത്തിലൊരു വഴി തുറന്നത് ഇഡി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളൊരു കാര്യവും ഈ ഒരു സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഇഡിക്കെതിരെ ഈ ഒരു സത്യവാങ്മൂലത്തിൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ എം ശിവശങ്കറും നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 19-ന് ഈ കേസ് വീണ്ടും കോടതിക്ക് മുന്നിലെത്തുകയാണ്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. മല്ലികാർജ്ജുന ഖാർഗെയും ശശി തരൂരും വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് തീവ്ര പ്രചാരണത്തിലാണ്. ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും PCC അധ്യക്ഷന്മാർ അടക്കമുള്ള നേതാക്കളെ ഖാർഗെ കഴിഞ്ഞ ദിവസം നേരിൽ കണ്ട് പിന്തുണ തേടി. തരൂരിന് പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ ഒത്തുകൂടുന്നുണ്ടെങ്കിലും അവരിൽ പലർക്കും വോട്ടവകാശമില്ലെന്നാണ് തരൂർ ക്യാമ്പിന്റെ ആശങ്ക. 9,000 വോട്ടർമാരാകും വരുന്ന തിങ്കളാഴ്ച പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക. പാർട്ടി മെമ്പർഷിപ്പിനെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശം ശരിയാണെന്ന് ആനത്തലവട്ടം ആനന്ദൻ. കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ മെമ്പർഷിപ്പ് നൽകാവൂ എന്ന് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യത്തിൽ ഒരു ശരിയുണ്ട്. പാർട്ടി മെമ്പർഷിപ്പ് ബഹുജന സംഘടനാ മെമ്പർഷിപ്പ് പോലുള്ളൊരു മെമ്പർഷിപ്പല്ല. ബഹുജന സംഘടനകളിൽ ആ ബഹുജന സംഘടനയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം മെമ്പർഷിപ്പുണ്ട്. പാർട്ടി അതല്ല. ബഹുജന സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അതിലൂടെ ഉയർന്നു വരുന്ന നല്ല ഉശിരന്മാരായ കേഡർമാരെ രാഷ്ട്രീയ ബോധമുള്ള പാർട്ടിയിലേക്ക് ഡെഡിക്കേറ്റഡായി പ്രവർത്തിക്കാൻ മനസ്സുള്ളവരെ നോക്കി റിക്രൂട്ട് ചെയ്യലാണ്. അതുകൊണ്ടാണ് ഒരു 3 തട്ടായി വെച്ചിരിക്കുന്നത്. പ്രൈമറി മെമ്പർഷിപ്പ്, പിന്നെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ്, പിന്നെ ഫുൾ മെമ്പർഷിപ്പ്. ഒരു ഫുൾ മെമ്പർഷിപ്പ് ആകണമെങ്കിൽ ഈ പടിയെല്ലാം കടക്കണം. സാധാരണ ഇതിൽ അനുഭവ ഗ്രൂപ്പിൽ ചേർക്കാറുണ്ട്. അനുഭവ ഗ്രൂപ്പിൽ ചേരുന്നവരെല്ലാം പാർട്ടി മെമ്പറായി തീരണമെന്നില്ല. ഈ പരീക്ഷണ ഘട്ടത്തിൽ അവരുടെ രാഷ്ട്രീയ ധാരണകളൊക്കെ ഉയർത്തിയെടുക്കാൻ സാധിച്ചില്ല, സംഘടനാ പാഠവും തെളിയിക്കുന്നില്ലെങ്കിൽ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കില്ല. കാൻഡിഡേറ്റ് മെമ്പറായിരുന്നാൽ തന്നെയും അവിടെ ഫുൾ മെമ്പറാകണമെങ്കിൽ, പാർട്ടി മെമ്പറാകണമെങ്കിൽ പാർട്ടിയുടെ രാഷ്ട്രീയവും സംഘടനാപരമായ കാര്യങ്ങൾ അയാൾക്കൊരു അവഗാഹം ഉണ്ടാകണം. അതിനകത്ത് ഒരു ഡെഡിക്കേറ്റഡായുള്ള മനസ്സുണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് ഫുൾ മെമ്പർഷിപ്പും കൊടുക്കും. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേരള പോലീസിന്റെ കൂട്ടയോട്ടം കവടിയാറിൽ VK പ്രശാന്ത് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. കവടിയാറിൽ നിന്നും പാളയം വരെയാണ് കൂട്ടയോട്ടം. DGP അനിൽകാന്ത് ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കാളികളായി. ഇടുക്കിക്ക് സമീപം ബോഡിക്കനായന്നൂരിൽ 13 വർഷങ്ങൾക്ക് ശേഷം ട്രെയിനെത്തി. തേനിയിൽ നിന്ന് പരീക്ഷണ ഓട്ടത്തിനായി ബോഡിനായ്ക്കന്നൂരിലെത്തിയ ട്രെയിൻ പുഷ്പഹാരമണിയിച്ച് നാട്ടുകാർ സ്വീകരിച്ചു. പരീക്ഷണ ഓട്ടം വിജയിച്ചതായി റെയിൽവേ അധികൃതർ പറഞ്ഞു. ട്രെയിൻ ഇല്ലാത്ത ഇടുക്കി ജില്ലയ്ക്കും പദ്ധതി ഏറെ പ്രയോജനകരമാവും. തേനിയിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരം വരുന്ന ബോഡിനായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബ്രോഡ്ഗേജ് പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതോടെയാണ് ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തിയത്. സ്റ്റേഷൻ കഴിഞ്ഞുള്ള റെയിൽപാതയുടെ നിർമ്മാണം തുടരുകയാണ്. ട്രെയിനിലേക്കുള്ള വെള്ളം ശേഖരിക്കുന്നത് ബോഡിനായ്ക്കന്നൂർ സ്റ്റേഷനിൽ നിന്നായിരിക്കും. ഇതിനായി പ്രത്യേക പൈപ്പ് ലൈനും സ്ഥാപിക്കും. 75 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഡിസംബറോടെ ഇതിനായി പൂർത്തിയാക്കുക. ട്രെയിൻ സർവീസ് തമിഴ്നാടിനോട് ചേർന്നുള്ള ജില്ലയായ ഇടുക്കിക്കും ഏറെ ഗുണം ചെയ്യും.
ഇടുക്കിയിലെ പൂപ്പാറയിൽ നിന്ന് 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബോഡിനായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്താം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ചെന്നൈ, മധുര, തേനി വഴി ബോഡിനായ്ക്കന്നൂരിലും അവിടെ നിന്ന് മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും എത്തിച്ചേരാം. ഇതിനു പുറമെ ജില്ലയിലെ സുഗന്ധവ്യഞ്ജന ചരക്കു നീക്കത്തിനും ഈ പാത ഗുണകരമാകും. ഇതോടൊപ്പം അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർക്കും തമിഴ്നാട്ടിലെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർക്കും യാത്ര കൂടുതൽ എളുപ്പമാകും. ന്യൂസ് 18 ഇടുക്കി. KSRTC ഒരു വശത്തു നിന്നും നഷ്ടത്തിന്റെ വലിയ കണക്കുകളാണ് വരുന്നതെങ്കിലും മറുഭാഗത്ത് സർഗാത്മകമായ രീതിയിൽ KSRTCക്ക് ലാഭം വർദ്ധിക്കാനുള്ള ചില ഇടപെടലുകളും നടക്കുന്നുണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ്. വയനാട്ടിൽ KSRTCയുടെ നൈറ്റ് ജംഗിൾ സഫാരി ഇന്ന് ആരംഭിക്കും. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിന്റെ ട്രയൽ റൺ പൂർത്തിയായി. 60 കിലോമീറ്റർ ദൂരമാണ് രാത്രി 9 മണിക്ക് തുടങ്ങുന്ന നൈറ്റ് ജംഗിൾ സഫാരിയിലുള്ളത്. ചില്ലിട്ട ബസ്സിൽ രാത്രിയിലെ വയനാടൻ തണുപ്പിൽ കാടിൻ്റെ ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞ വഴികളിലൂടെയുള്ള ഒരു ചെറിയ യാത്ര. ഇന്നു മുതൽ KSRTC ബത്തേരി ഡിപ്പോയിൽ നിന്ന് തുടങ്ങുകയാണ് ഈ കൊച്ചു യാത്ര. ശ്രദ്ധയോടെ ബഹളം വയ്ക്കാതിരുന്നാൽ രാവിൽ വഴിയോരത്ത് മേയുന്ന വന്യമൃഗങ്ങളെ ആവോളം കാണാം. ഉദ്ദേശിക്കുന്നത് രാത്രി 8 മണിക്ക് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആരംഭിച്ച് മൂലങ്കാവ് വഴി മുത്തങ്ങയിലേക്കും തിരിച്ച് മുത്തങ്ങയിൽ നിന്ന് കരിപ്പൂര് വഴി ഇരുളം, അങ്ങനെ ഇരുളത്തുനിന്ന് ബത്തേരിയിലേക്ക് തീരുന്ന രീതിയിലാണ് ഇപ്പോൾ ട്രിപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് പ്രത്യേകം സജ്ജമാക്കിയ 2 ബസ്സുകളാണ് നൈറ്റ് ജംഗിൾ സഫാരിക്ക് ഉപയോഗിക്കുക. ഇതിൽ ഒരു ബസ്സാണ് ഇപ്പോൾ സജ്ജമായിട്ടുള്ളത്. രാത്രി 9-ന് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തുടങ്ങി ദേശീയപാത 766 സംസ്ഥാന അതിർത്തിയിലെ കൊൻകുഴിയിലും തുടർന്ന് മൂലങ്കാവ്, വള്ളുവാടി, കരിപ്പൂർ, വടക്കനാട് വഴി ഇരുളം വരെയും നീളുന്നതാണ് നൈറ്റ് ജംഗിൾ സഫാരി. ഒട്ടൊക്കെ ദിവസങ്ങളിലും പോയി വരുമ്പോൾ നമ്മൾ മൃഗങ്ങളെ കാണാനും പിന്നെ ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയും എല്ലായിട്ട് വന്നവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മൾ പ്രതികരിച്ചത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നുണ്ട്, എല്ലാവരും നമ്മളോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. വയനാട്ടിൽ KSRTCയുടെ രാത്രികാല വനയാത്രാ പദ്ധതി 2 മാസം മുൻപാണ് ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ചത്. 300 രൂപയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്ന സീറ്റുകളുടെ നിരക്ക്. യതീഷ് വാസ്തവൻ, ന്യൂസ് 18 വയനാട്. കാടുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇനിയും. പക്ഷേ അത് കേരളത്തിൽ നിന്നല്ല, കെനിയയിൽ നിന്നാണ്. കെനിയയിലെ അപൂർവ ഇനം സസ്തനികളെ മാമൽ അറ്റ്ലസ് കെനിയ എന്ന മാക് കെനിയ എന്ന ആപ്പിലൂടെ ഇനി അറിയാം. വന്യജീവി വകുപ്പ് അധികൃതരെ സഹായിക്കാൻ കെനിയയിലെ നാഷണൽ മ്യൂസിയമാണ് ആപ്പ് പുറത്തിറക്കിയത്. സസ്തനികളെ പിന്തുടരാനും ജീവികളെ ആവാസ വ്യവസ്ഥ രേഖപ്പെടുത്താനും ആപ്പ് വഴി സാധിക്കും. ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് കെനിയ. 25,000-ഓളം ജീവികളും 7,000-ഓളം സസ്യങ്ങളും ഇവിടെയുണ്ട്. ഇവയെയും ആവാസ വ്യവസ്ഥയെയും നിരീക്ഷിക്കുക എന്നത് പ്രയാസമായിരുന്നു. എന്നാൽ സൗജന്യ ആപ്പിന്റെ വരവ് ഇതിന് പരിഹാരമാണ്. ഏതൊരാൾക്കും അവർ കണ്ട സസ്തിനിയെ കുറിച്ചുള്ള വിവരങ്ങൾ ആപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഇതിലൂടെ ജീവികളുടെ സംരക്ഷണം ഉറപ്പുവരുത്താനും വന്യജീവി വകുപ്പ് അധികാരികളെ സഹായിക്കാനും സാധിക്കും. We want also to encourage the general public to participate in conserving mammals, and one of the basic ways they can actually do that is whenever they see mammal anywhere, they submit a record. That way is one of the most important way of them even participating in conserving mammals. സസ്തിനികളുടെ സംരക്ഷണത്തിൽ പൊതുജനങ്ങളെ കൂടി പങ്കാളികളാക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ